ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ലോലിപോപ്സ് ആണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ വലിയ സൈസ് 2 പൊട്ടറ്റോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഒരു മീഡിയം സൈസ് സവാള ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണോളം ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം ഗരം മസാല. ഇനി കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് മിക്സ് ചെയ്ത് കൈകൊണ്ട് ചപ്പാത്തി മാവിൻ്റെ പോലെ ഒരു ഡോ തയ്യാറാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഡോ കുറച്ച് ലൂസാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്താൽ മതി. ഇനി വേറൊരു ബൗളിലേക്ക് ഞാനിവിടെ 2 സ്പൂണ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിൻ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പേസ്റ്റ് വേണ്ടത്, ലൂസായിട്ടുള്ളത്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസും വേണം നമുക്ക്. നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഡോ എടുത്ത് കയ്യിൽ കുറച്ച് എണ്ണ തടവി നമുക്ക് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിൽ 20 ബോൾസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദമാവിൻ്റെ പേസ്റ്റിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ കോട്ടിങ് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ തന്നെയും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഒന്നുകൂടി മൈദാമാവിൽ ഡിപ്പ് ചെയ്ത് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ചെയ്തെടുക്കാം. ഇനിയൊരു പാൻ വെച്ച് ചൂടാക്കി ഞാനിവിടെ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഓരോരോ ബോൾസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായാൽ മാത്രം ബോൾസ് ഇടുക. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമുള്ളൂ. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം കോരി മാറ്റാം. ഇപ്പം നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ലോലിപോപ്പാക്കി മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഓരോ ബോൾസിലും
കുത്തിയിട്ട് ഓരോ ലോലിപോപ്പ് പോലെ ആക്കാം. ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ വേഗം കഴിച്ചോളും. നമ്മൾ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികളും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനിങ്ങിനൊക്കെ നല്ലൊരു സ്നാക്ക് തന്നെയാണ് ഇത്. ഇതിൽ പൊട്ടറ്റോ അതുപോലെ ചീസൊക്കെ വെയിറ്റ് ഗെയിനിങ്ങിന് നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പ്രീവിയസ് വീഡിയോസൊക്കെ കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്